നമസ്കാരം. അങ്ങ് ഇടുക്കിയിലെ കുമളിയിലെങ്ങാണ്ടോ ഒരു സ്വകാര്യ ബസ് കണ്ടക്ടർ ആത്മഹത്യ ചെയ്തു. അവൻ്റെ ഭാര്യ കാരണമാണെന്നാണ് പറയപ്പെടുന്നത്. പലരും പറഞ്ഞൊരു വർത്തമാനമായിരുന്നു അത്. വിഷം കഴിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുമ്പോഴാണ് ഒരാഴ്ചയ്ക്ക് ശേഷം രാധാകൃഷ്ണൻ ഇന്ദിര ദമ്പതികളുടെ മകൻ രഞ്ജീഷ് മരണപ്പെടുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വ്യാപകമായി പ്രചരിച്ചിരുന്നു. രഞ്ജീഷ് ജോലി ചെയ്തിരുന്ന സ്ഥിരം യാത്രക്കാരടക്കം ആ മരണത്തിൽ മനം നൊന്ത് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടിരുന്നു. രഞ്ജീഷും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് അയാൾ ജീവനൊടുക്കിയതെന്നും സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പുകളിൽ വ്യക്തമായിരുന്നു. മരണപ്പെട്ടത് ഒരു സ്ത്രീയായിരുന്നുവെങ്കിൽ ഫെമിനിസ്റ്റുകളും പാവാട താങ്ങികളായ ആങ്ങളമാരും വാളെടുത്ത് ഉറഞ്ഞു തുള്ളുമായിരുന്നു. പക്ഷേ രഞ്ജീഷ് ഒരു പുരുഷനാണ്. അയാൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരുപാട് പേരൊന്നും ഉണ്ടാകില്ല. രഞ്ജീഷിൻ്റെ ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണങ്ങൾ അറിയണമെന്നുള്ള ഉദ്ദേശത്തോടെ കൂടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് 200 കിലോമീറ്ററിലധികം പിന്നിട്ട് ഞാൻ കുമളി കോഴിമലയ്ക്കടുത്തുള്ള മുരിക്കടി എന്ന സ്ഥലത്തെ രഞ്ജീഷിൻ്റെ വീട്ടിലെത്തിയത്. ഞാൻ അവിടെ എത്തിയപ്പോൾ പിറ്റേന്ന് നടക്കുന്ന രഞ്ജീഷിൻ്റെ മരണാനന്തര കർമ്മങ്ങൾക്കുള്ള ഒരുക്കം നടക്കുകയായിരുന്നു. പ്രണയിച്ചാണ് രഞ്ജീഷ് ശ്രീരഞ്ജിനിയെ വിവാഹം കഴിച്ചത്. അധികം താമസിയാതെ അവർക്കൊരു ആൺകുട്ടി ജനിച്ചു. മകൻ ജനിച്ചതിനു ശേഷം ശ്രീരഞ്ജിനി ജോലിക്കായി ഷാർജയിലേക്ക് പോയി. ഇതിനിടയിൽ അവൾ ഷാർജയിൽ ജോലി ചെയ്യുകയായിരുന്ന കോഴിക്കോട് സ്വദേശിയായ ഒരാളുമായി ഒന്നിച്ച് അവിടെ ജീവിതം ആരംഭിച്ചു. എൻ്റെ പേര് മോബിൻ. ഞാൻ രഞ്ജീഷ് ഒരുമിച്ചാണ് വണ്ടിയിൽ ഓടിക്കൊണ്ടിരുന്നത്. എൻ്റെ കണ്ടക്ടറായിരുന്നു. അപ്പോൾ ഈ മരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ തലേന്ന് വരെ എൻ്റെ കൂടെയാണ് ഒരുമിച്ച് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി ഇതിനൊരു കാരണം എന്ന് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ വീട്ടുകാർ ഡിവോഴ്സിന് കേസ് കൊടുത്തു. പിന്നെ 22 ലക്ഷം രൂപ, അതിൽ കൂടുതൽ എമൗണ്ടാണ് പറഞ്ഞേക്കുന്നത്. വെച്ചാൽ എന്തോ ചില്ലറ പൈസ ഇങ്ങോട്ട് വരും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആകെയുള്ള വസ്തുവിൽ കൊണ്ട് കോടതിയിൽ നിന്ന് നോട്ടീസ് മേടിച്ച് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഒട്ടിച്ചെന്നാണ് പറഞ്ഞത്. പിന്നെ കുട്ടിയെ അവർ കൂട്ടിക്കൊണ്ടുപോയി. ഒരു പക്ഷേങ്കിൽ ആ കൊച്ചു കൊടുത്തി ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇന്നും ജീവനോടെ ഉണ്ടായേനെ. അതവന് പ്രാണനായിരുന്നു. അപ്പോൾ അത് പിന്നെ കോടതി അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം എനിക്ക് കർമ്മങ്ങൾ പോലും വിട്ട് കിട്ടിയത്. ഒരു കൊച്ചിനെ തിരിച്ച് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം അവരിങ്ങനെ നിർബന്ധ ബുദ്ധി പിടിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിയൊന്നും നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞ അവസ്ഥ വെച്ച് വേറൊരു വക്കീലിനെ കണ്ടിട്ടുണ്ട്. കേസ് വേറെ ഫയൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. തൻ്റെ ഭാര്യ ഷാർജയിൽ മറ്റൊരാളുമായി ജീവിക്കുകയാണെന്നുള്ള കാര്യം രഞ്ജീഷ് അറിഞ്ഞു. ശ്രീരഞ്ജിനിയുമായുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ അവളുടെ കാമുകൻ തന്നെ രഞ്ജീഷിന് അയച്ചു കൊടുത്തെന്ന് അയാളുമായി അടുപ്പമുള്ളവർ പറയുന്നു. ഇതിനിടയിൽ ഭാര്യ വിവാഹമോചനത്തിനും 22 ലക്ഷം രൂപ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടുകൊണ്ട് കട്ടപ്പന കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. രഞ്ജീഷിന് ആകെയുള്ള 4 സെന്റ് സ്ഥലവും വീടും കോടതി മുഖാന്തരം അറ്റാച്ച് ചെയ്യാനുള്ള നടപടികൾ നടന്നു വരികയായിരുന്നു. ഇതിനിടയിൽ 6 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ ശ്രീരഞ്ജിനി കുട്ടിയെ തനിക്ക് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ഈ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയെ ശ്രീരഞ്ജിനിക്ക് വിട്ടു നൽകാൻ കോടതി ഉത്തരവിടുകയും കുട്ടിയെ അവളോടൊപ്പം വിട്ടയക്കുകയും ചെയ്തു. പ്രാണനെപ്പോലെ ചേർത്ത് പിടിച്ചു വളർത്തിയ മകനെ വിട്ടു നൽകേണ്ടി വന്നത് രഞ്ജീഷിന് താങ്ങാനായില്ല. പറഞ്ഞത് വൈഫ് വിദേശത്താണ്, 3 വർഷമായി അവിടെ ജോലിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവർ ഇപ്പോൾ ഈ അടുത്ത നാൾ ഇപ്പോൾ ഈ ഒരു ഇവനെ ഇങ്ങനെ ഒരു പണി ചെയ്യുന്നതിന് ഒരു 2-3 ആഴ്ച മുമ്പാണ് പറഞ്ഞത് വൈഫ് ഇവിടെ വന്നിട്ടുണ്ട്, 1 മാസം ലീവിനാണ് വന്നേക്കുന്നത്, ഇനിയും കൊച്ചിനെ തിരിച്ച് കിട്ടുകയില്ല, അവർ തരത്തില്ലെന്ന് പറഞ്ഞു നോക്കും. അപ്പോൾ അതിൻ്റെ അതാണ് നമുക്കറിയാവുന്നവർക്കിപ്പം എല്ലാവരും പറയേണ്ട കാര്യം. കാരണം ഒരുപക്ഷെ ആ കൊച്ചിനെ അവർ വിട്ടു കൊടുത്തിരുന്നെങ്കിൽ ഇവന് ഈ ടെൻഡൻസി ഒന്ന് മാറിപ്പോയാൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത്രയും 3 വർഷം ഈ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ കൊച്ചു കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നും അവനെ നമുക്ക് കാണാമായിരുന്നു. അവനെ ഇത്രയും അടുത്തറിയുന്ന ഒരാളോടാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അവനെ നിലനിൽപ്പോ അല്ലെ അവന് ഈ വണ്ടി വരെ കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെ തൊടുവഴിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് 2 പ്രാവശ്യം കൂടെ. അതിനെ വിട്ടൊരു ജീവിതം അവനില്ലായിരുന്നു. അതുപോലെ എന്താ പറയുന്നത്, എന്ത് സാധനം ആ 8 വയസ്സുള്ള കൊച്ച് എന്ത് ആഗ്രഹം പറഞ്ഞാലും അവനെക്കൊണ്ട് സാധ്യമായത് ഏത് പാതിരാക്കിയാണേലും അത് മേടിച്ചുകൊണ്ട് കൊടുക്കും. അപ്പോൾ ഞാനേ വഴക്ക് പറയട്ടെ, ഇത്രയും കൊച്ചിന് 8 വയസ്സ് നീ കൊഞ്ചിക്കരുത് ഞാനേ പറയും. അവനാ കൊച്ചെന്ന് പറഞ്ഞാൽ അതുപോലെ അവൻ ഞങ്ങൾ ഈ വണ്ടിയായിട്ട് വർഷോപ്പിൽ പോയി കഴിഞ്ഞാലും അന്നേരം അതിനെ കൊണ്ടേ വരുള്ളൂ. അങ്ങനെ ആ കൊച്ചു വന്നിട്ട് ആത്മബന്ധമായിരുന്നു. അത് ചിലപ്പോൾ അതായിരിക്കും ഏറെ പുള്ളി ഈ മരണത്തിലേക്ക് നയിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറൊന്നും നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇതെല്ലാം നിയമപരമായിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളായിരുന്നു. ഈ ഡിവോഴ്സ് കേസാണെങ്കിലും ഈ വീട് ടച്ച് ചെയ്യാൻ കൊണ്ട് പേപ്പർ ഒട്ടിച്ച് പറഞ്ഞൊക്കെയെന്ന് പറഞ്ഞാലും അതിനുള്ള ധൈര്യമെല്ലാം ഞങ്ങൾ കൊടുത്തതാണ്. പിന്നെ എല്ലാവരും പറഞ്ഞു അവനെ കേൾക്കാനാണല്ലോ ചേർത്ത് നിർത്താനാണല്ലേട്ടൊന്നും അല്ല, ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയെ വിളിക്കുമായിരുന്നു,
ഈ തലേന്ന് കേട്ടും എൻ്റെ പിള്ളേരെ ഇവിടുന്ന് വണ്ടിക്കകത്ത് പറഞ്ഞു പൊന്നുമോളെന്ന് എൻ്റെ കൊച്ചിൻ്റെ മൂത്തയാളുടെ വീട്ടിൽ വിളിക്കുന്നത്. ആ നമ്പർ അവൻ അങ്ങനെ തന്നെ മലയാളത്തിൽ ഫോൺ സേവ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ വിളിച്ച് അവരുമായിട്ട് സംസാരിച്ചു, പിള്ളേരുമായിട്ട് സംസാരിച്ചു, അമ്മയായിട്ട് സംസാരിച്ചു. ഇന്ന് തലേന്ന് പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നാളെ നിൻ്റെ വീട്ടിലോട്ട് പോവാണ്, ഒരാഴ്ച അവിടെ നിൽക്കാൻ വേണ്ടി പോകാമെന്ന്. അപ്പോൾ അന്നേരം എന്നോട് പറയുന്നത് 13-ാം തീയതി ഫസ്റ്റ് കോടതിയെ വിളിച്ചേക്കുന്നത്, അതിന് പോകണം. അത് കഴിഞ്ഞിട്ട് 17-ാം തീയതി വീണ്ടും പോകണം, 27-ാം തീയതി പിന്നെയും പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഇതിൻ്റെ ഇടപാടാണ്, അതിൻ്റെ ആദ്യമായിട്ടൊരു കോടതി പോയി കഴിഞ്ഞാലേ എൻ്റെ അടുത്ത അവധി അറിയത്തുള്ളൂ, നീ ഇതെങ്ങനെ അഡ്വാൻസ് അറിഞ്ഞെന്ന് ചോദിച്ചു. ഒന്നും വേണ്ടിയില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന നേരത്ത് ഇവിടെയാണ് നിൽക്കുന്നത്. ഇപ്പം ഇന്ന് ഞങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. കാരണം ഞങ്ങൾ ഏത് വണ്ടിയിൽ പോയാലും ചിലപ്പം വേറെ സ്ഥലത്ത് ഹാൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വീട്ടിൽ പോകുന്ന ഈ വണ്ടിയിലാണ് ഞാൻ വണ്ടിക്കകത്ത് കിടക്കുന്നത്. അപ്പോൾ പോകുന്ന നേരത്ത് എന്നും ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത്, അത് എത്രയാണെങ്കിലും തിരക്കാണെങ്കിലും പോയിട്ട് അവിടുന്ന് 1 കിലോമീറ്റർ പോയിട്ടാണെങ്കിലും തിരിച്ചു വരും. തിരിച്ചു കൊണ്ടാണല്ലോ ഉമ്മ തരാതെ പോകത്തില്ല. അങ്ങനെ ഒരു ആത്മബോധമായിരുന്നു ഞങ്ങൾക്ക്. സഹപ്രവർത്തകരോട് മാത്രമല്ല, ബസ്സിലെ യാത്രക്കാരോടും രഞ്ജീഷ് പെരുമാറുന്നത് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളോടെന്ന പോലെയാണ്. 16 വർഷമായി ഒന്നിച്ച് ജോലി ചെയ്യുന്ന ഡ്രൈവർ മോബിൻ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. വിഷമമായിരുന്നു. ഞാൻ കഴിവെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ സീറ്റിൽ പോലും ഇരുത്തുകയില്ല. കാരണം എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ അവൻ എനിക്കൊരു അനിയനാണ്. ഞങ്ങൾ ഒരു 16 വർഷമായി വണ്ടി ഫീൽഡിൽ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയിട്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഓടിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. പല കമ്പനികളിൽ മാറി ഓടി. അതിൽ ഏറ്റവും കൂടുതൽ ഡ്രൈവറായിട്ട് കൊടുത്തു നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ ഈ വണ്ടിയിൽ ഇപ്പോൾ ഞാൻ വന്നിട്ട് 7 മാസമായി. ഈ 7 മാസം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അത് ഈ 1 മാസമായിട്ട് പുള്ളി ഇങ്ങനെ ഭയങ്കര വിഷമത്തിലാണ്. പറയാൻ വാക്കുകളില്ല. കാരണം നമ്മളെ എന്താ പറയുന്നത്, നമ്മളവനെ സ്നേഹിച്ചു, പക്ഷേ അവൻ നമ്മളെ സ്നേഹിച്ചിരുന്നോ എന്നറിയത്തില്ല. പറയാത്ത മറ്റു രഹസ്യങ്ങളൊന്നും എൻ്റെ അടുത്തില്ല. കാരണം ഞങ്ങൾ തമ്മിൽ എനിക്ക് കേൾക്കാനും എന്നെ കേൾക്കാനും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അതായത് രാവിലെ ഞങ്ങൾ ഡ്യൂട്ടി ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ഈ വണ്ടി 5:10 ആകുമ്പോൾ പുള്ളി സ്റ്റാൻഡിൽ ചെല്ലും. അവിടെ നിന്ന് 5:35 ഇവിടുന്ന് ട്രിപ്പ് തുടങ്ങണേ. അപ്പോൾ 4 മണിക്ക് ഞാൻ എഴുന്നേൽക്കുമ്പോഴേ ആദ്യം അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കും, അവനെ എഴുന്നെങ്കിൽ എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കും. പിന്നെ വൈകിട്ട് വീട്ടിൽ പോകുന്ന പറഞ്ഞാലും എൻ്റെ സ്കൂട്ടി അറ്റാണ് പോയി വീട്ടിൽ പോയി വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാലും കറക്റ്റ് ആൾ വീട്ടിൽ ചെന്ന് കയറി റൂമിൽ ചെന്ന് അറിയാതെ ഞാൻ കിടക്കത്തില്ല. ഞാൻ വിളിച്ച് കൺഫേം ആക്കിയിട്ട് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ കൂടുതൽ ഇല്ല വീട്ടിലോട്ട്. അപ്പോൾ അവിടെ വീട്ടിൽ ചെന്ന് കയറി നിന്ന് കൺഫേം ആയതിനു ശേഷം മാത്രമേ ഞാൻ കിടന്നുറങ്ങാറുള്ളൂ. അപ്പോൾ എന്നോട് പറയും വണ്ടി കൊണ്ട് വേറെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് വെക്കുന്നത്. അപ്പം അവിടെ കൊണ്ട് വെച്ചു. ഞാൻ ബൈക്കകത്ത് വന്നു. ഈ തലേന്നും പതിവുകളൊന്നും തെറ്റിയില്ല. അങ്ങനെ തന്നെ ഇവിടെ നേരത്തെ പോയി 9 മണിക്ക് മുന്നേ ഇവിടെ നിന്ന് പോയി വീട്ടിൽ ചെന്നു. ഞാൻ വിളിച്ചു, സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ വണ്ടി സ്കൂട്ടി കൊണ്ട് വേറെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, ഞാൻ ബൈക്കകത്ത് വന്ന് കയറി ശരം കഞ്ഞി കുടിക്കണമെന്നാണ് പറഞ്ഞു. ഇത്രയും പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ വിളിച്ചാണ്. പിറ്റേന്ന് ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് ഇങ്ങോട്ട് 11:50 പോരുമ്പം 11:45 പോരുമ്പം അവിടുന്ന് ഞങ്ങൾ വരുന്ന എനിക്ക് ഹോട്ടലിൽ നിന്ന് ചോറ് മേടിച്ചുകൊണ്ട് പോരും. അപ്പോൾ ഹോട്ടലിൽ വിളിച്ച് പറയാൻ വേണ്ടി ആളുമായിട്ട് വിളിച്ച് സംസാരിച്ചു. അപ്പം കടയിൽ വിളിച്ച് ചോറിൻ്റെ കാര്യമെല്ലാം ഓർഡർ ചെയ്തു. അന്നേരം നമുക്കൊരു ഡൗട്ട് വരുന്നില്ല. കാരണം സംസാരിച്ചതിൻ്റെ വ്യക്തതയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നേക്ക് അറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തരെ ഞാൻ അറിയിച്ചപ്പോഴത്തേക്ക് ആരും അങ്ങനെ വീടിനടുത്ത് ആരും ഇല്ലായിരുന്നു. എല്ലാവരും എത്തിയപ്പോഴത്തേക്ക് ഒരു 2 മണിക്കൂറോളം ലേറ്റായെന്ന് തോന്നുന്നു. അതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. യാത്രക്കാരെല്ലാം സമൂഹ മാധ്യമത്തിലേക്ക് പുള്ളിക്ക് വളരെ സപ്പോർട്ടോടു കൂടിയും പുള്ളി വളരെ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യാത്രക്കാർ ഭയങ്കര സങ്കടത്തോടു കൂടി പോസ്റ്റുകളൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ അത് പതിവുള്ള കാര്യമല്ല, പക്ഷേ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഈ യാത്രക്കാർക്കൊക്കെ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. കാരണം ആളെന്ന് പറഞ്ഞാൽ ഒരു പ്രായമുള്ളവരെ നമ്മളിപ്പോൾ സാധാരണഗതി നമ്മുടെ അമ്മയുടെ പ്രായമുള്ള ആൾക്കാരെ പോലെ നമ്മൾ ചേച്ചിന്ന് ചില ജീവനക്കാർ വിളിക്കാറുണ്ട്, ചില ആളുകൾ വിളിക്കാറുണ്ട്. രഞ്ജീഷ് പറഞ്ഞാൽ അങ്ങനല്ല. അമ്മയുടെ പ്രായമുള്ള ആളാണെങ്കിൽ അമ്മയെന്ന് വിളിക്കും, അച്ഛൻ്റെ പ്രായമാണ് അച്ഛാന്ന് വിളിക്കും. പിന്നെ അവൻ്റെ ഇളയതങ്ങളായ അല്ലെങ്കിൽ പ്രായമുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അകലത്തോട്ടുള്ള അവരുടെ ബാഗ് മേടിച്ച് അടുക്കി വെക്കും. അവരോട് നല്ല സമീപനം. പിന്നെ അവരോട് എന്നാ പറഞ്ഞു, ഇവിടെ നമ്മൾ തൊടുപുഴ എത്തുമ്പോഴേക്കും അവർ തമ്മിൽ ഒരു ഭയങ്കര ആത്മബന്ധമായിരിക്കും. അത് അങ്ങനെ ആൾക്കാരുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. പിന്നെ അടുത്ത ട്രിപ്പ് അവർ പോരണമെന്ന് വെച്ചാൽ തിരിച്ച് പോരുവാണെങ്കിലും ഇങ്ങേരുമായിട്ട് ടൈപ്പായി അല്ലെങ്കിൽ നേരത്തെ വിളിച്ച് പറയും ഇന്ന ദിവസം വരുന്നുണ്ട്, തിരിച്ച് പോരാനാണേലും. അങ്ങനെ വണ്ടി യാത്രക്കാർക്കിടയിൽ അല്ലെങ്കിൽ അവനെ സ്നേഹിക്കുന്നവർക്കിടയിൽ ഇപ്പം അവൻ നിറഞ്ഞു നിൽക്കുന്ന അർഹതപ്പെട്ട ആൾ തന്നെയാണ്. അതെല്ലാം അവനെ അറിയാത്തവർ പോലും അവനെ പോസിറ്റീവായിട്ട് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് നെഗറ്റീവ് ഒന്നും പറയാനില്ല. കാരണം നെഗറ്റീവായിട്ടില്ല. എനിക്കത് പറഞ്ഞാൽ എൻ്റെ പേഴ്സണലി പറഞ്ഞാൽ എൻ്റെ അനിയൻ തന്നെ ഞാൻ പറയുള്ളൂ. എൻ്റെ 2 കുട്ടികളുണ്ട്. എൻ്റെ കുട്ടികൾക്ക് അവനൊരു അങ്കിളും എൻ്റെ അമ്മയ്ക്കൊരു മോനും എനിക്കൊരു അനിയനുമാണ്. ഇന്നും ഞാനിപ്പോൾ മിനിയാന്നാണ് വണ്ടിയിൽ കയറാൻ പറ്റുന്ന മാനസികാവസ്ഥ ഇതുവരെ ആയിട്ടില്ല. പിന്നെ കുറച്ച് യാത്രക്കാർക്ക് നമ്മൾ സ്ഥിരം വരുന്നവർക്ക് നമ്മളോട് ഒരു സപ്പോർട്ട് തരുന്നുണ്ട്. റിക്കവർ ആവണം, ഈ ഓർമ്മയിൽ നിന്ന് എന്നാ പറഞ്ഞു മാറണമെന്ന് പറഞ്ഞാൽ അവർ ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ആശ്വാസമൊക്കെ തരുന്നുണ്ട്. അങ്ങനെ ഇപ്പം ചേട്ടായി പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇവനെ ഓർത്ത് വണ്ടിയിൽ കയറുന്നില്ല. കാരണം അവനില്ലാത്തൊരു മിസ്സിങ് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്ന് എന്നോട് കണ്ടും പറഞ്ഞു വരാത്ത വേറൊന്നുമല്ല, മോവിനെ കാണാൻ, എൻ്റെ പേര് മോവിനാണ്. അപ്പം മോവിൻ്റെ മുഖം കാണാൻ ഞങ്ങൾക്ക് സങ്കടമാണ്. അതുകൊണ്ട് വരാതെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നോളാൻ കിട്ടുന്നു. അപ്പോൾ അത്രയ്ക്ക് അവൻ ഈ യാത്രക്കാർക്കിടയിൽ അവനുണ്ടായിരുന്നു.
രഞ്ജീഷിന്റെ മരണാനന്തര കർമ്മങ്ങൾക്ക് മകനെ വിട്ടു നൽകാൻ പോലും ശ്രീരഞ്ജിന് തയ്യാറായില്ല. പിന്നീട് കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിയതിനു ശേഷമാണ് ആ കുട്ടിയെ അവൻ്റെ അച്ഛൻ്റെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ ശ്രീരഞ്ജിന് വിട്ടുകൊടുത്തത്. സഞ്ചയന കർമ്മങ്ങൾ ചെയ്തത് രഞ്ജീഷിന്റെ സഹോദരിയുടെ മക്കളായിരുന്നു. നിയമപരമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് രഞ്ജീഷിന്റെ കുടുംബം. അതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ അവർ തയ്യാറായില്ല. പലരും ശ്രീരഞ്ജിനിയുടെ കുടുംബ പശ്ചാത്തലത്തെയും അവളുടെ വഴിവിട്ട രീതികളെയും കുറിച്ച് പറഞ്ഞെങ്കിലും പരസ്യ പ്രതികരണത്തിന് അവരും തയ്യാറല്ല. ഇത്തരം സന്ദർഭങ്ങളിലാണ് പല പുരുഷന്മാരും കൊലപാതകം പോലെയുള്ള ക്രൂരകൃത്യങ്ങളിലേക്ക് തിരിയുന്നത്. ജീവിതവും കിടപ്പാടവും നഷ്ടപ്പെടുമ്പോൾ ഒരുപക്ഷെ അതിന് കാരണക്കാരിയായവളെ ഇല്ലാതാക്കണമെന്ന് ചിന്തിക്കുന്നത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. എങ്കിലും ജീവിതം വഴിമുട്ടിയവൻ പിന്നെ എന്തു ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക.